ഉച്ചയ്ക്ക് 2 മണിക്ക് തന്തവയ്പ് കയറിയിട്ട് ഒരു കാലിച്ചായ കുടിക്കാൻ പേട്ടേന്ന് 3 പോയി കേട്ടോ. ചായ കുടി കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം ഇല്ലിക്കമലയ്ക്ക് പോകാൻ. അപ്പോൾ കൂട്ടുകാരെ ഞാനും കൂടി ബൈക്ക് എടുത്ത് നേരെ തലനാട് വഴി ഇല്ലിക്കമലയ്ക്ക് പോകും. രക്ഷയില്ലാത്ത വൈബാണ് തലനാട് വഴി ഇല്ലിക്കമലയ്ക്ക് പോകുന്ന. 2 കോട്ടുണ്ട്, പേടിക്കേണ്ട മഴ വന്നാലും. അങ്ങനെ തലനാടുന്ന ഇടത്തേക്കാണ് കേട്ടോ ഇല്ലിക്കമലയ്ക്ക് പോകുന്ന വഴി. ഇപ്പോൾ ഒരു അടിപൊളി മഴ പെയ്ത് അടുത്ത് കണ്ട് വെയിറ്റ് ഷീറ്റ് ചാടിക്കറി. അപ്പോൾ നമ്മുടെ ഒരു സ്വന്തക്കാരനുണ്ടായിരുന്നു, അവനോട് കോട്ടിട്ടിട്ട് ബൈക്കേ കയറുന്ന ഒരു വീഡിയോ എടുത്തുതരാം. ഞാൻ കോട്ടിടുന്ന കിട്ടി, ബൈക്കേ കയറുന്ന എങ്ങനെയാട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ആ മഴയും കൊണ്ട് വൈബിന് അങ്ങനെ ഇല്ലിക്കമലയ്ക്ക് വെച്ച് ഓടിക്കാം കേട്ടോ. വേറെ ക്യാമറമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് കയറിക്കാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ. ഇല്ലിക്കമല നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ നേരം പോക്കിന് എപ്പോഴും അങ്ങോട്ടാട്ടോ പോകും. അപ്പോൾ ബൈക്കിന് വരുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. മഴയത്തൊക്കെ 2-3 എയർപിന്നൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹെൽമെറ്റ് എവിടെയെന്നൊരു ചോദ്യം വരും, സ്വാഭാവികം. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, മഴ കാരണം അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇല്ലിക്കമലയിലോട്ട് ഏറെക്കുറെ എടുക്കാറായി. കോടമഞ്ഞ് കാരണം നല്ല വൈബാട്ടോ. മഴയത്ത് പോകാൻ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇല്ലിക്കമല. മേളിലേക്ക് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ബൈക്ക് റൈഡേഴ്സൊക്കെ താഴത്തേക്ക് പതിയെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല വൈബ് പിടിച്ച് പോയിക്കൊണ്ടുമ്പോൾ കൂട്ടുകാരന് മുള്ളാൻ വേണ്ടി കേട്ടോ. അതും കഴിഞ്ഞ് ചെറിയ വാട്ടർഫോൾസൊക്കെ കണ്ട്, ചെറിയ വാട്ടർഫോൾസ് എപ്പോഴും വീഡിയോ എടുക്കണമെന്ന് ഓർക്കുന്നത് അതിൽ വരുമ്പോൾ. അപ്പോൾ ഇന്ന് കേട്ടോ സഹായിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നൈസായിട്ട് പോകുന്നു. ഇനി ഇല്ലിക്കമലയ്ക്ക് 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അങ്ങനെ അടുത്ത എയർപിന്നെത്തി. നല്ല കോടയുണ്ട്. ഇനി അങ്ങോട്ട് കയറി. ഇനി എൻ്റെ സംസാരം കേട്ട് നിങ്ങൾ ബോറടിക്കുന്ന ഒരു പാട്ടായാലോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇല്ലിക്കമല നല്ല തിരക്കാണ്. പിന്നെ എത്ര തിരക്കാലം നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ് ആരും വരത്തില്ല കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ ഇച്ചിരി കത്തുന്നുണ്ടെങ്കിലും യൂട്യൂബിൽ കുറവാണ്. അപ്പം നിങ്ങളത് യൂട്യൂബിലും കൂടി ഒന്ന് കത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും സിറായിൻ്റെ തട്ടുകടയിൽ നിന്ന് ഒരു ചായയും ബ്രെഡ് ഓംലേറ്റും കഴിക്കും കേട്ടോ. സിറായ എന്തോ കുറച്ച് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കട മാത്രമേ തുറന്നിട്ടുള്ളൂ, ചേച്ചിയുടെ കട. അവിടെയാണ് ഒടുക്കത്തെ തിരക്ക് പറയാൻ വേണ്ടി കുറേ നേരം കൂടി വീഡിയോ ഒക്കെ എടുത്ത് അതിൽ നടന്നു. പക്ഷേ വീഡിയോ എടുത്തിട്ടും ഒന്നും കാണാനൊന്നുമില്ല, ഫുൾ കോടയാണ്. അപ്പോൾ ചെറിയൊരു പാട്ടും കൂടി ഇട്ടുതരാം. കാണുമ്പോൾ അതിൻ്റെതായ ഒരു വൈബ് വേണ്ടേ, അതുകൊണ്ടാട്ടോ. ചേച്ചിയുടെ ഇടയിൽ തിരക്കറിഞ്ഞ കൂട്ടുകാരൻ ഓടിപ്പോയി 2 ചായയും ഒരു ബ്രെഡ് ഓംലേറ്റും പറഞ്ഞു. ചായ ആദ്യം കിട്ടി, ബ്രെഡ് ഓംലേറ്റ് ഇപ്പോൾ പുറകെ വരും കേട്ടോ. ബ്രെഡ് ഓംലേറ്റ് കൊണ്ട് വെച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഫിനിഷായി. അങ്ങനെ ഇത് ഇല്ലിക്കമല കയറാൻ വേണ്ടി കുറേ പിള്ളേർ പോകുന്നുണ്ട്. എന്തായാലും എൻ്റെ പരിപാടി നിങ്ങളെ ഇല്ലിക്കമല ഒന്നുകൂടി കാണിക്കാന്നുള്ള കേട്ടോ. ഇല്ലിക്കമലയുടെ വീഡിയോ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കോടയൊക്കെ പതിയെ ഇറങ്ങി തുടങ്ങി, വെയിൽ വരുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലെ അണ്ണന്മാരുമായിട്ട് വന്ന ജീപ്പൊക്കെ ഇതേ പറന്നിറങ്ങിപ്പോകാട്ടോ. ഈ സൈൻ ബോർഡ് ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കും. അങ്ങനെ ഇല്ലിക്കമലയുടെ വൈബ് ഇതാണ്. ശരിക്കും ഇത് ഇല്ലിക്കമലയുടെ ബാക്ക് വശം കേട്ടോ. ഇല്ലിക്കമലയുടെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട് കേട്ടോ, അതിലേ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇല്ലിക്കമലയുടെ ബാക്ക് വശത്തുള്ള വ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരൻ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.